ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ആണ്. അവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞാൻ 2 കേക്കാണ് ട്രൈ ചെയ്ത് നോക്കി. രണ്ടാമത് ഉണ്ടാക്കിയതായിരുന്നു ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ മെഷറിംഗ് കപ്പൊന്നുമില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു ഗ്ലാസ്സാണ് ഞാൻ അളവിന് വേണ്ടി എടുത്തത്. ഒരു ഗ്ലാസ് മൈദയാണ് എടുക്കുന്നത്. ആ ഗ്ലാസ് മൈദ, അതുപോലെ 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, 2 സ്പൂൺ ചോക്ലേറ്റ് പൗഡർ, അത്രയാണ്. കൊക്കോ പൗഡറാണ് എടുക്കുന്നത്. പിന്നെ അതിന് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 4 മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നന്നായിട്ട് ബീറ്റ് ചെയ്യുക. പിന്നെ അതിലേക്ക് 3/4 ഗ്ലാസ് ഷുഗറാണ്, അതായത് 1 ഗ്ലാസ് മൈദയ്ക്ക് 3/4 ഗ്ലാസ് ഷുഗറാണ് ചേർക്കുന്നത്. അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് കുറേശ്ശെയായിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കുറേശ്ശെയായി പഞ്ചസാര ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ്, മൈദ, അതുപോലെ കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, അതെല്ലാം കൂടെ ഒരു തെരപ്പയിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തരിച്ചെടുക്കണം. ഒരു 3 തവണയൊക്കെ ഇതിങ്ങനെ തരിച്ചെടുക്കണം. അതിൽ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് തരിച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു തിക്കായി വരുന്നത് വരെ ബീറ്റ് ചെയ്ത്, എന്നിട്ട് അതിലേക്ക് 1/2 സ്പൂണ് വാനില എസൻസ് ചേർക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അതിലേക്ക് 2 സ്പൂൺ പാല് ചൂടാക്കിയതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് അതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പിന്നെ ഇതിനകത്തെടുത്ത ഗ്ലാസ്സിൽ തന്നെ 1/4 ഗ്ലാസ് ഓയിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഗ്ലാസ് ഓയിൽ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ചൂടാറിയ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചത് കുറേശ്ശെയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ സ്ട്രോങ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ സ്ലോ ആയിട്ട് കുറേശ്ശെ സ്ലോ ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പേപ്പർ, അതൊരു സാധാ പേപ്പർ കട്ട് ചെയ്തിട്ട് ഓയിൽ പുരട്ടിയെടുത്തതാണ്. എന്നിട്ട് അത് ഉള്ളിൽ വെച്ചിട്ട് സൈഡിലൊക്കെ ഒന്ന് ഓയിൽ പുരട്ടിയിട്ട് പാത്രത്തിൽ ഒഴിക്കാം. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. അതുപോലെ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുത്താൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകും. പിന്നെ ഒരു അലുമിനിയം പാത്രത്തിൽ 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഒരു 15 മിനിറ്റ് വേവിച്ചിട്ടുണ്ടായിരിക്കും. കേക്ക് അവിടെ റെഡി ആകുമ്പോഴേക്കും അതിലേക്ക് ചേർക്കാൻ വേണ്ട ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് ഷുഗർ 1/2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക. അത് തിളച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫിയാണ്, ഇൻസ്റ്റൻറ്റ് കോഫിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കുക. ഇപ്പോൾ കേക്ക് വെന്ത് ഒരു 50 മിനിറ്റൊക്കെ ആയി. കേക്ക് വെന്ത് അത് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ചേർക്കാൻ വേണ്ട ക്രീം റെഡിയാക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് കുറച്ച് ചോക്ലേറ്റും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് പാല് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതും ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. എന്നിട്ട് വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അത് നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത ഒരു പോയിൻ്റായിട്ട് വരുന്നവരെ ബീറ്റ് ചെയ്യണം. എന്നാൽ അത് ഐസിങ് ചെയ്യാൻ എളുപ്പമുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിൽ കറക്റ്റ് കേക്കിൽ നിൽക്കില്ല. നല്ല രീതിയിൽ ബീറ്റ് ചെയ്തതിന് ശേഷം ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഒരുവിധം സ്റ്റിഫാകുന്ന വരെയും ബീറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ബീറ്ററിൻ്റെ ആ ബ്ലേഡും പാത്രമൊക്കെ ഒന്ന് തണുപ്പിച്ചെടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ്. കറക്റ്റ് സ്റ്റിഫായിട്ട് കിട്ടാൻ നല്ലതാണ്. ഇപ്പോൾ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് ചൂടാറിയതിന് ശേഷം ആ പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ സൈഡ് ഒന്ന് കത്തി കൊണ്ട് ഒന്ന് ഇതാക്കി കൊടുത്താൽ പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ പോകും.
അപ്പോൾ കേക്കൊക്കെ ഇതായത് അതിൻ്റെ ബട്ടർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്യാം. കേക്ക് കണ്ടില്ല, നല്ല സോഫ്റ്റ് കേക്കാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ അത് ഞാൻ 2 ലെയറായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം കത്തിയോണ്ട് ജസ്റ്റ് ഒന്ന് ഒരു വര ഇട്ടതിന് ശേഷം അതിലൂടെ ഒരു നൂല് കടത്തി വെച്ചിട്ട് അത് 2 സൈഡിലേക്ക് ആക്കിയിട്ട് ക്രോസ് ചെയ്തിട്ട് 2 സൈഡിലേക്ക് ആക്കി വലിച്ചെടുത്താൽ മതി. നല്ല കറക്റ്റായിട്ട് തന്നെ അത് കട്ട് ചെയ്ത് കിട്ടും. അങ്ങനെ കേക്ക് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന നല്ല സോഫ്റ്റ് കേക്കാണ്. അങ്ങനെ നൂല് വെച്ച് കട്ട് ചെയ്തപ്പോൾ കറക്റ്റ് കിട്ടുകയും ചെയ്തു. ഇനി അതിലേക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചത് 2 പീസിലും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുമ്പോൾ നല്ല കേക്ക് കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. എന്നാൽ ആ ഒരു മധുരം കൂടെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ടേൺ ടേബിൾ ഒന്നുമില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ പകരം ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആ പ്ലേറ്റിലാണ് കേക്ക് വെക്കുന്നത്. കുറച്ച് ക്രീം ആദ്യം പ്ലേറ്റിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു പീസ് കേക്ക് വെച്ചു. എന്നിട്ട് അതിൽ ഐസിങ് ചെയ്യാൻ വേണ്ടി ആദ്യം കുറച്ച് ക്രീം ആദ്യം അതിൽ വെച്ചു. അപ്പോൾ അത് കറക്റ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ATM കാർഡ്, ഒരു പഴയ ATM കാർഡ് വെച്ചിട്ടാണ് ഈ ഐസിങ് ചെയ്യാനൊക്കെ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ ക്രീം ചേർത്തതിന് ശേഷം 2ാമത്തെ ലെയർ കേക്കും കൂടെ വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും ഈ ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ATM കാർഡ്, പഴയ ATM കാർഡൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഐസിങ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. എൻ്റെ സൈഡിലൊക്കെ നല്ല രീതിയിൽ ക്രീം തേച്ചതിന് ശേഷം ഇങ്ങനെ ATM കാർഡ് വെച്ച് ചുറ്റിച്ചു കൊടുത്താൽ സൈഡ് റെഡി ആയിട്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒരു ഡിസൈൻ മാതിരി ഒന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് ഒരു കവറിലാണ് എടുത്തത്. കവറിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് അതിലൂടെ ഇങ്ങനെ ഒലിക്കുന്ന രീതിയിൽ അങ്ങനെ ഡിസൈൻ ചെയ്യാണ്. ഇനി നേരത്തെ എടുത്ത് വെച്ച വിപ്പിംഗ് ക്രീം ഒരു കവറിലെടുത്ത് അത് ഇതുപോലെ ചെറിയ ഒരു ഡിസൈന് ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ജെംസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തലേ ദിവസം തന്നെ കേക്ക് റെഡിയാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും. എന്നിട്ട് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും റെഡിയാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും. ഇന്ന് പിറ്റേ ദിവസമാണ് എടുക്കുക. ഞാൻ ചെറി വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. വലിയവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കേക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.